ഗുഡ് ഈവനിങ്. എന്നെ ക്ഷണിച്ചതിന് നന്ദി. ശാസ്ത്രം ആഘോഷിക്കപ്പെടുന്നൊരു സ്ഥലത്ത് സംസാരിക്കാനൊരു അവസരം കിട്ടുക എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ഇവിടെ കാര്യമായി തലച്ചോറിനെക്കുറിച്ചും തലച്ചോറിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ വളരെ വിശദമായി മനോജ് സംസാരിക്കുകയും അത് കഴിഞ്ഞിട്ടൊരു വളരെ ആക്റ്റീവായ ഒരു ഇൻട്രാക്റ്റീവ് സെക്ഷനൊക്കെ കഴിഞ്ഞ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഇത്രയും ആഘോഷിക്കപ്പെട്ട ഒരു അവയവത്തെക്കുറിച്ചല്ല. നമ്മളിടത്തെല്ലാം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവയവം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്കവാറും പേര് പറയുന്നത് ഹൃദയമെന്നായിരിക്കാം. പിന്നെ വളരെ നമ്മളെ നാം ആക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തലച്ചോറെന്നായിരിക്കാം. പക്ഷേ വളരെ ഒന്നും പ്രത്യേകിച്ച് നമുക്കാർക്കും ഇഷ്ടമില്ലാതെ ഒരു 7 മീറ്റർ നമ്മുടെ വയറ്റിനുള്ളിലുണ്ട്. ഉണ്ടെന്ന് മാത്രമല്ല, അത് ഈ ആഘോഷിക്കപ്പെട്ട തലച്ചോറിനെ നിയന്ത്രിക്കും എന്നാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. നാഗേഷ് പറഞ്ഞതുപോലെ അത് രണ്ടാമത്തെ ബ്രെയിനാണോ ആദ്യത്തെ ബ്രെയിൻ കുടലിലാണോ എന്നതാണ് പ്രസക്തമായ ചോദ്യമെന്ന് തോന്നുന്നു. നമ്മളെ കുടല് നമ്മൾ സാധാരണഗതിയിൽ എന്തിനാ ഭക്ഷണം കഴിക്കുന്നതിൽ കുറച്ച് ആഗീരണം ചെയ്യപ്പെടും, അബ്സോർബ് ചെയ്യപ്പെടും. വേണ്ടാത്തത് എന്ന് നമ്മൾ വിചാരിക്കുന്ന കുറേ സാധനങ്ങൾ പുറത്ത് കളയും. അപ്പോൾ ഈ കുടലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പുറം ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുക. പുറത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വായിക്കകത്ത് കയറാം. അത് എയറായിരുന്നാലും വായുവായിരുന്നാലും അതല്ല ഭക്ഷണമായിരുന്നാലും പുറത്തുള്ള പച്ചക്കറികളായിരുന്നാലും പഴങ്ങളായാലും എല്ലാം നമ്മുടെ വായിലോട്ടും വിടാം. അത് വീണ്ടും പുറത്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ വൻകുടലും അങ്ങനെയുള്ളൊരു അവയവമാണിത്. എന്നുവെച്ചാൽ നമ്മുടെ ആന്തരികതയും പുറത്തുള്ള ലോകവും തമ്മിൽ വേർപെടുത്തുന്ന ഒരവയവമാണ് നമ്മുടെ കുടലും ആമാശയവും. ഇതിനകത്ത് നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന പേടിച്ചു തൂറി. എന്തിനാ പേടിക്കുമ്പോൾ തൂറുന്നത്? ഗട്ട് ഫീലിംഗ്. നമ്മുടെ ഫീലിംഗ് എല്ലാം ബ്രെയിനിലെന്നാണ് നമ്മളെല്ലാം ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അതിൻ്റെ പേര് ഗട്ട് ഫീലിംഗ് എന്നാണ്, അല്ലേ? എന്തെങ്കിലും ഒരു നേരത്തെ മനോജ് പറഞ്ഞ പോലെ കുറ്റം കണ്ടു, എനിക്ക് ഛർദ്ദിക്കാൻ വന്നു, അവിടെയും ഛർദ്ദിലാണ്. അപ്പോൾ ഇവിടെ എവിടെയൊക്കെയോ ഒരു ബന്ധം പണ്ട് മുതലേ ഉണ്ട്. നമ്മുടെ കുടലിൽ, നമ്മളെ ചെറുകുടലിൽ മാത്രം 200 ദശലക്ഷം നാഡീഞരമ്പുകളുണ്ട്, ന്യൂറോൺസ്. അത് നമ്മൾ മുഴുവൻ കുടലും നോക്കിക്കഴിഞ്ഞാൽ അന്നനാളം മുതൽ ആമാശയം, ചെറുകുടൽ, വൻകുടൽ, ഇതെല്ലാം കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ ബ്രെയിനിലുള്ള അത്രയൊന്നുമില്ല. പക്ഷേ ബ്രെയിൻ കഴിഞ്ഞിട്ട് നമ്മുടെ പെരിഫറൽ നെർവസ് സിസ്റ്റവും സ്പൈനൽ കോഡും അതിനുമായി ബന്ധപ്പെട്ട അവിടെ ഉള്ള എല്ലാ ന്യൂറോണിനേക്കാളും കൂടുതലുണ്ട്. നമുക്കെല്ലാം അറിയാം, നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനത്തെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ കൈ അനക്കിയാൽ, കാലനക്കിയാൽ അത് അവിടെ നിന്നൊരു
ഓർഡർ വരണം. നമുക്ക് ഇവിടെ നിന്നുള്ള ഒരു 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 സന്ദേശം അവിടെ എത്തണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു ഓർഡർ വരണം. എന്നാലേ കൈ അനങ്ങൂ, കാലനങ്ങൂ, ചിന്തകളുണ്ടാകൂ. കുടലിന് പ്രവർത്തിക്കാൻ ആ ഓർഡർ വേണ്ട. കുടൽ പ്രവർത്തിക്കും. അതില്ലാതെ തന്നെ ഈ പറയുന്നതിനർത്ഥം കുടലും തലച്ചോറുമായി ബന്ധം ഇല്ല എന്നല്ല, പക്ഷേ ആ ബന്ധം വളരെ പരിമിതമാണ് എന്നർത്ഥം. നമ്മളെ കുടലിൻ്റെ ദിവസേനയുള്ള പല പ്രവർത്തനങ്ങളും കുടൽ തന്നെ നോക്കിക്കോളും. അത് കുടൽ നോക്കുന്നത് കൊണ്ടാണ് ഡെസ്കാർട്ടസ് പറഞ്ഞത്, ഐ തിങ്ക് therefore I am. He is thinking, he is doing all his thought process. അത് കുടൽ സമ്മതിക്കുന്നുണ്ട്. ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാം നമ്മളെ കുടൽ ഒന്ന് ക്രമമല്ലെങ്കിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റില്ല. അത് നമ്മളെ അലോ ചെയ്യില്ല. നമ്മുടെ ചിന്തയെയും പ്രവൃത്തിയെയും വികാരങ്ങളെയും ഒക്കെ ബാധിക്കും. അത് കുടലിനകത്തൊരു ബ്രെയിൻ ഉള്ളത് കൊണ്ടാണ് നമുക്കതിന് പറ്റുന്നത്. ഇതെൻ്റെ ടോപ്പിക്കുമായിട്ട് വലിയ ബന്ധമുള്ളൊരു കാര്യമല്ല ഇത്രയും നേരം ഞാൻ പറഞ്ഞത്. ഇത് നാഗേഷ് പറഞ്ഞു വെച്ചതുകൊണ്ടും നാഗേഷിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറഞ്ഞപ്പോഴും എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് അവിടെ ഒരു ബ്രെയിൻ ഉണ്ടല്ലോ എന്നുള്ള, അതുകൊണ്ട് ഞാൻ ഇത്രയും പറഞ്ഞു വെച്ചതാണ്. എന്താ എൻ്റെ ടോപ്പിക്? നമ്മുടെ കുടലിലുള്ള സൂക്ഷ്മജീവികൾ എന്നുള്ളതാണ് എൻ്റെ ടോപ്പിക്. അത് എങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ആര് എന്നൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീനിവാസൻ പറഞ്ഞ ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും. ഒരു 1600കളിലാണെന്ന് തോന്നുന്നു, ഗലീലിയോ ടെലസ്കോപ്പ് മുകളിലോട്ട് പിടിച്ചിട്ട് പറഞ്ഞ് അവിടെ ഒത്തിരി ബില്യൺസ് ഓഫ് പ്ലാനറ്റ്സ്, നക്ഷത്രങ്ങളുമൊക്കെ ഉണ്ട്. അവിടെ സൂര്യനുണ്ട്, അതിൻ്റെ കൂടെ നമ്മുടെ ഭൂമിയുമുണ്ട്. സൂര്യൻ ഭൂമിയെ അല്ല ചുറ്റുന്നത്. കോപ്പർനിക്കസ് പറഞ്ഞു ഭൂമി സൂര്യനെ ചുറ്റുകയാണ്. അവിടെ നമ്മുടെ അഹങ്കാരം ഒരിച്ചിരി കുറഞ്ഞു. അത് കഴിഞ്ഞ് 1700കളിൽ ഡെൽഫ് എന്ന സ്ഥലത്ത്, നെതർലാൻഡ്, ആൻറ്റൺ വോൺ ലിവൻഹുക്ക്, എനിക്കറിയില്ല എത്ര പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന്, ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധാരണ മനുഷ്യൻ. പുള്ളി ചെയ്യുന്ന ടെക്സ്റ്റൈൽ വ്യവസായത്തിന് അതിൻ്റെ ഗുണമേന്മ പരിശോധിക്കാനായി താൻ തന്നെ ഉണ്ടാക്കിയ മാഗ്നിഫൈയിങ് ഗ്ലാസ് ഉപയോഗിച്ച് പുള്ളി അതിൻ്റെ ഈ ടെക്സ്റ്റൈലിൻ്റെ ഗുണം പരിശോധിക്കുമായിരുന്നു. അതിനിടയ്ക്ക് ആൻറ്റൺ വോൺ ലിവൻഹുക്ക് ഒരു കാര്യം കൂടെ ചെയ്തു. ഇടയ്ക്കിടയ്ക്ക് പുള്ളിയുടെ വായിൽ നോക്കി ഈ മാഗ്നിഫൈയിങ് ഗ്ലാസ് വെച്ച്. എന്താ കണ്ടേ? എന്തൊക്കെയോ അനങ്ങുന്നു. അവിടെ വേറൊരു ലോകം കണ്ടു പുള്ളി. എന്താണെന്ന് പുള്ളിക്ക് മനസ്സിലായില്ല. പക്ഷെ പുള്ളി ഒരു പേരിട്ടു, അനിമൽക്യൂൾസ്. പക്ഷെ അതെല്ലാം ജീവനുള്ളതാണെന്ന് പുള്ളിക്ക് മനസ്സിലായി. അത് കഴിഞ്ഞിട്ട് പുള്ളി നമ്മൾ എല്ലാ ദിവസവും പുറത്തേക്ക് കളയുന്ന മലം ഒന്ന് പരിശോധിച്ചു ഈ മാഗ്നിഫൈയിങ് ഗ്ലാസ് വെച്ച്. പുള്ളിയുടെ തന്നെ വാക്കുകൾ എടുത്തു കഴിഞ്ഞാൽ നെതർലാൻഡിലുള്ള മുഴുവൻ ജനസംഖ്യയേക്കാൾ അധികം ഈ അനങ്ങുന്ന അനിമൽക്യൂൾസ് പുള്ളിയുടെ ഒരു ദിവസത്തെ മലത്തിനകത്തുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലായി, 1 ഗ്രാം മലത്തിനകത്ത് ഈ
നമ്മുടെ നമ്മുടെ ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ നമ്പർ ഈ പറയുന്ന സൂക്ഷ്മജീവികളുണ്ടെന്ന് അത് പിന്നെ മനസ്സിലായ കാര്യം. ഇത് 1700-കളിൽ സംഭവിച്ചതാണ്. പുള്ളി എന്നിട്ട് അന്നത്തെ ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു ബോഡി UK-യിലുള്ള റോയൽ ക്ലബ്ബാണ്. അവർക്കൊക്കെ പുള്ളിക്ക് അറിയാവുന്ന ഭാഷയിൽ ലെറ്ററൊക്കെ എഴുതി. അവരാരും ഇങ്ങനെയൊക്കെ എന്തോ വട്ടാണെന്ന് പറഞ്ഞു. അവരാരും സമ്മതിച്ചില്ല. പക്ഷേ പുള്ളി മരിക്കുന്നതിന് മുമ്പ് അവർ പറഞ്ഞു ഇതിനകത്ത് എന്തോ കാര്യം ഉണ്ടാവും എന്നുവെച്ചാൽ പുള്ളി വീണ്ടും വീണ്ടും എഴുതിക്കൊണ്ടേയിരുന്നു. പുള്ളി അത് കാണിച്ചു കൊടുത്തവർക്ക്. അപ്പം അതവിടെ തീർന്നു. പിന്നെയും ഒരു 200 വർഷങ്ങൾ കഴിഞ്ഞു. അതാണ് ഈ സയൻസ് കേട്ടോ. സയൻസിൻ്റെ പ്രശ്നം ഇതാണ്. സയൻസ് ഒരു ദിവസം സംഭവിക്കുന്നതല്ല. സയൻസ് നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ സയൻസിലെ കണ്ടുപിടുത്തങ്ങളും മിനിസ്ക്യൂളായിട്ട് കണ്ടുപിടിച്ച് വേറൊരു ലെവലിലോട്ട് എത്തുന്നതാണ്. അതാണ് സയൻസ്. 200 വർഷം കഴിഞ്ഞ് ലൂയി പാസ്റ്റർ വന്നു. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും ലൂയി പാസ്റ്ററാണ് ആദ്യമായിട്ട് പറയുന്നത് കുറച്ച് മൈക്രോസ്കോപ്പിൽ കൂടെ കാണുന്ന കുറേ സൂക്ഷ്മജീവികളുണ്ട്, ഇവ അസുഖങ്ങളുണ്ടാക്കും. അപ്പം സൂക്ഷ്മജീവികൾ എല്ലാ കാലത്തും അസുഖങ്ങൾക്ക് കാരണമാകുന്ന ഒരു ജീവിയാണ്, എന്തോ ആണ്. അതുകൊണ്ട് അതിനെ ഏറ്റവും അകറ്റി നിർത്തണം. അത് നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കരുത്. അങ്ങനെയാണെങ്കിൽ പിന്നെ ആൻ്റൺ വോൺ ലെവൻഹൂക്ക് കണ്ട ഈ ജീവികൾ ഈ കണ്ട ഇത്രയും നമ്പറിൽ കണ്ട എല്ലാം അസുഖങ്ങളുണ്ടാകണമെങ്കിൽ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ലായിരുന്നു. ആ മനുഷ്യൻ എന്നേ മരിച്ചു പോകേണ്ടതാണ്. പക്ഷേ പുള്ളി 76 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞ് റോബർട്ട് കോക്ക് എന്ന് പറയുന്നൊരു ശാസ്ത്രജ്ഞൻ വന്നു. അദ്ദേഹവും ഈ ജേം തിയറി, സൂക്ഷ്മാണുക്കൾ അസുഖങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള തിയറി പ്രബലമായി, അല്ലെങ്കിൽ അത് തെളിയിക്കപ്പെട്ടത് റോബർട്ട് കോക്കിലൂടെയാണ്. അവിടെ നിന്ന് നമ്മൾ ഒരുപാട് മുന്നോട്ട് പോയി. പക്ഷേ ഈ കഴിഞ്ഞ ഒരു 20-30 വർഷങ്ങൾ മുമ്പ് വരെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൂക്ഷ്മജീവികൾ ഉണ്ടെന്നൊക്കെ നമുക്ക് കുറേയൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളതിന് ഒരു സാധനം മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനൊന്ന് കൾച്ചർ നമുക്ക് കാണാത്തൊന്നും വിശ്വസിക്കാൻ പാടില്ലല്ലോ. അപ്പോൾ നമുക്ക് കാണാൻ വളരെ പരിമിതമായ മാർഗങ്ങളേ ഉള്ളൂ. ഒന്നുകിൽ അതിനെ കൾച്ചർ ചെയ്യും. നമ്മളെല്ലാം പറയും നമ്മൾ യൂറിൻ കൾച്ചർ ചെയ്യും, ബ്ലഡ് കൾച്ചർ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ഈ സൂക്ഷ്മജീവികളെ കാണാം. അത് അവിടെ യൂറിനിലോ നമ്മളെ മൂത്രത്തിലോ രക്തത്തിലോ സൂക്ഷ്മജീവികളെ കണ്ടു കഴിഞ്ഞാൽ അത് അസുഖമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ്. അല്ലാതെ നമുക്കൊരു വേറൊരു മാർഗമില്ലായിരുന്നു. ഇതല്ലാതെ സൂക്ഷ്മജീവികൾ എങ്ങനെ ഉണ്ടോ? പല്ലിനിടയിൽ കേരീസ് ടൂത്ത് ഉണ്ടാക്കുന്ന സൂക്ഷ്മജീവിയെ കണ്ടു കഴിഞ്ഞാൽ അത് കേരീസ് ടൂത്ത് ഉണ്ടാക്കുന്നതാണ്. അതല്ല അവിടെ സാധാരണ അല്ലാതെ അവിടെ ഉള്ള ഒരു സാധനം അല്ല എന്നുള്ളതായിരുന്നു നമ്മുടെ എല്ലാം കൺസെപ്റ്റ്. അതിന് ഒരു വ്യത്യാസം വന്നത് നമുക്ക് നമ്മളെ DNA-യും RNA-യും ഒക്കെ പരിശോധിക്കാൻ പറ്റുന്ന പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ പോലുള്ള ഒരുപാട് ശാസ്ത്രത്തിൻ്റെ പുരോഗതി കൊണ്ട് സംഭവിച്ച ഒരുപാട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരുപാട് പരിശോധനാ സംവിധാനങ്ങൾ വന്നു. ഈ പരിശോധനാ സംവിധാനങ്ങൾ വന്നപ്പോൾ നമ്മൾ കണ്ടെടുത്തെല്ലാം പരിശോധിച്ചു. നമ്മൾ ആദ്യം നമ്മുടെ മലം പരിശോധിച്ചു. അവിടെ കണ്ടതെല്ലാം ഈ നമ്മൾക്കൊരു 100 ഗ്രാം നമ്മൾ മലം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു 60-70% വരെ ഈ സൂക്ഷ്മജീവികളാണ് അതിനകത്തുള്ളത്. അത്
നമ്മുടെ കുടലിനുള്ളിലുണ്ട്, നമ്മുടെ തൊലിപ്പുറത്തുണ്ട്, നമ്മുടെ മൂക്കിലുണ്ട്, നമ്മുടെ ശ്വാസകോശത്തിലുണ്ട്, നമ്മുടെ ജനനേന്ദ്രിയങ്ങളുടെ ഭാഗങ്ങളിലുണ്ട്, എല്ലായിടവും ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞു വെച്ചിരുന്ന 1-2 സ്ഥലങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ തലച്ചോർ. അവിടെ ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറയുന്ന ഒരു ബാരിയർ ഉള്ളതുകൊണ്ട് ഇതൊന്നും അങ്ങോട്ട് കടത്തി വിടില്ല എന്ന് നമ്മൾ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇപ്പോൾ പറയുന്നു അവിടെ ഉണ്ടെന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ ചില അസുഖങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത മനോജ് പറയുന്നുണ്ടായിരുന്നു. പാർക്കിൻസൺ അസുഖത്തെക്കുറിച്ചോ അൾസിമേഴ്സ് അസുഖത്തെക്കുറിച്ചോ ഒക്കെ ആരൊക്കെ ചോദിച്ചു. ഈ പാർക്കിൻസൺ എന്ന് പറയുന്ന അസുഖം പ്രായമാകുമ്പോൾ ഉണ്ടാകുന്നൊരു അസുഖമാണ്. അത് ഉണ്ടാകുന്നതിന് പാർക്കിൻസൺ അസുഖം ഉള്ളവരിൽ 20-30 വർഷങ്ങൾക്ക് മുമ്പ് ഇവരിൽ ഒരുപാട് പേർക്ക് മലബന്ധം ഉണ്ടാവുമെന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ കുടലിൽ നാഡീ ഞരമ്പുകൾ, മനോജ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ന്യൂറോഫിബ്രിലേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ ഇങ്ങനെ ഈ വേസ്റ്റ് വരുന്ന പ്രോട്ടീൻസ് ബ്രെയിനിൽ ഉണ്ടാകുന്നതിന് മുമ്പ് കുടലിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇപ്പം കുടലിൽ ഈ ഇത്തരത്തിലുള്ള സൂക്ഷ്മ ജീവികൾ നമ്മുടെ ഇത് സൂക്ഷ്മജീവികളിൽ ഇത് കുടലിൽ നമ്മുടെ വായിന്ന് വൻകുടൽ വരെ എത്തുമ്പോൾ വായിൽ വളരെ കുറച്ചേ ഉള്ളൂ, ആമാശയത്തിൽ കുറച്ചുകൂടെ ഉണ്ട്. അത് വൻകുടലിലെത്തുമ്പോൾ 10⁻⁴ to 14 ഓർഗാനിസംസ്, ഈ സൂക്ഷ്മജീവികൾ അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. 100 ട്രില്യൺ 100 ട്രില്യൺ വൻകുടലിലുണ്ട്. ചെറുകുടലിലൊക്കെ വേറെ ഉണ്ട്, പക്ഷെ ഇത്രയും ഇല്ല എന്നാണ് പറയുന്നത്. ഈ കണക്കിൻ്റെ പ്രത്യേകത എന്താ? നമ്മുടെ ശരീരത്തിൽ 30 ട്രില്യൺ കോശങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. 100 ട്രില്യൺ സൂക്ഷ്മജീവികൾ വൻകുടലിൽ മാത്രമുണ്ട്. നാം ആരാ? നമ്മൾ ഈ സൂക്ഷ്മജീവികളുടെ ഒരു കേദാരമാണോ, അതോ നമ്മൾ മനുഷ്യനാണോ? വേറൊരു ചെറിയൊരു കണക്കൂടെ പറയാം. നമ്മുടെ ശരീരത്തിൽ 20 മുതൽ 22,000 വരെ ജീൻസ് ഉണ്ട് എന്നാണ് കണക്ക്. ഈ സൂക്ഷ്മജീവികളുടെ എല്ലാം കൂടെ ജീൻ എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 8 മുതൽ 10 മില്യൺ ജീൻസ് ഉണ്ട്. നമ്മൾ ജനറ്റിക്കലി നമ്മളാരാ? ഇതിവിടെ ഉണ്ടെന്നുള്ളതല്ല, നമ്മുടെ ഓരോ പ്രവർത്തനത്തെയും ഇത് നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ നമ്മുടെ ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അല്ലാതെ നമ്മുടെ നോർമൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം ചെറുകുടൽ വരെ എത്തുമ്പോൾ നമ്മുടെ ആഗിരണം ചെയ്യാവുന്ന മിക്കവാറും എല്ലാം ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള എല്ലാം വലിച്ചെടുത്തിട്ടുണ്ടാവും. വൻകുടലിലെത്തുന്നത് പിന്നെ പറയുന്ന ഈ വേസ്റ്റ് എന്ന് പറയുന്ന സാധനങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വസ്തുക്കൾ മാത്രമാണ് വൻകുടലിലെത്തുന്നത്. പിന്നെ വെള്ളവും. അവിടെ എന്താ സംഭവിക്കുന്നത്? വൻകുടലിൽ വെച്ചിട്ട് ഈ സൂക്ഷ്മജീവികൾ, കുഞ്ഞുജീവികൾ ഇതിൽ പലതിനെയും ഡൈജസ്റ്റ് ചെയ്യും. എന്തിനാണ് ഡൈജസ്റ്റ് ചെയ്യുന്നത്? അവരുടെ നിലനിൽപ്പിന് ആവശ്യമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ
നമുക്കാവശ്യമുള്ള, നമ്മുടെ കുടലിനാവശ്യമുള്ള, കുടലിൻ്റെ ഭിത്തിക്ക് ആവശ്യമുള്ള, കുടലിൻ്റെ ഭിത്തിയുടെ ഇൻറ്റഗ്രിറ്റിക്ക് ആവശ്യമുള്ള, അത് ബ്രേക്ക് ഉണ്ടാവാതിരിക്കാനുള്ള പല സാധനങ്ങളും വെച്ച് ഞാൻ അത് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ഈ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സ് എന്നൊക്കെ പറയുന്ന പ്രൊപ്പിയോണേറ്റ്, ബ്യൂട്ടിറേറ്റ്, അസറ്റേറ്റ് എന്നൊക്കെ പറയുന്ന സബ്സ്റ്റൻസ് ഉണ്ടാകും. ഇത് നമ്മുടെ കുടലിനാവശ്യമാണ്. നമ്മൾ കുടലിൻ്റെ ഭിത്തി ബ്രേക്ക് ഉണ്ടാവാതിരിക്കാൻ. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഈ യൂട്യൂബിലൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന രണ്ട് ടേംസാണ് ഡിസ്ബയോസിസ്, ഇൻറ്റസ്റ്റൈനൽ ഡിസ്ബയോസിസ്, അല്ലെങ്കിൽ ലീക്കി ഗട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അത് അവിടെ ഇരുന്നോട്ടെ. ലീക്കി ഗട്ട് അല്ലെങ്കിൽ ഈ ഡിസ്ബയോസിസ് ഒക്കെ ഉണ്ടാകാതിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം ഈ പറയുന്ന ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സാണ്. അത് ആരാ ഉണ്ടാക്കുന്നത്? നമ്മൾ ഉണ്ടാക്കുന്നില്ല. അത് ഈ ബാക്ടീരിയൽ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്നതാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥത്തിൽ, എന്ത് ഭക്ഷണ പദാർത്ഥമാണ് നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ചിൽ നമുക്ക് ദഹിപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് സ്റ്റാർച്ചുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഫൈബർ എന്ന് പറയുന്നത്, പലതരത്തിലുള്ള ഫൈബറുണ്ട്. ഫൈബർ എന്ന് പറയുന്നത് സ്റ്റാർച്ചാണ്. ആ സ്റ്റാർച്ച് മിക്കപ്പോഴും ദഹിപ്പിക്കാറില്ല. അത് വൻകുടലിലെത്തും. അതിനെ ദഹിപ്പിക്കുന്നത് ഈ സൂക്ഷ്മജീവികളാണ്. ആ ഫൈബർ ദഹിപ്പിച്ച്, സൂക്ഷ്മജീവികൾ ദഹിപ്പിച്ച് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള വസ്തു ഞാൻ പറഞ്ഞ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്സാണ്. പിന്നെന്താ ചെയ്യുന്നത്? നമ്മളെല്ലാം ഒരുപാട് സംസാരിക്കുന്നൊരു, പ്രത്യേകിച്ചും കോവിഡാനന്തര കാലഘട്ടത്തിൽ നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി. എങ്ങനെയാണ് ഈ പ്രതിരോധ ശക്തി ഉണ്ടാവുന്നത്? നമ്മൾ പ്രതിരോധ ശക്തി എന്താ പറയുന്നത്? എന്തിനാണ് പ്രതിരോധ ശക്തി? സെൽഫ് അല്ലെങ്കിൽ നോൺ സെൽഫിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്, അല്ലേ? പിന്നീട് ഈ സെൽഫ് അല്ലെങ്കിൽ നോൺ സെൽഫിനെ തിരിച്ചറിയുന്നത് ആദ്യത്തെ 1000 ദിവസങ്ങളിലാണ്. ഒരു കുഞ്ഞ് ജനിച്ച് ആദ്യത്തെ 1000 ദിവസങ്ങളിലാണ് അത് സംഭവിക്കേണ്ടത്. നമ്മുടെ അതിനോടൊപ്പം തന്നെ പറയേണ്ടത്, നമ്മുടെ ശരീരത്തിൽ ഏറ്റവും അധികം ഈ പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന, ലിംഫോസൈറ്റ്സ് എന്നും മാക്രോഫേജസ് എന്നും ഒക്കെ പറയുന്ന ഈ കോശങ്ങൾ ഏറ്റവും അധികമുള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ 80% നമ്മളെ കുടലിലാണ്, കുടലിൻ്റെ ഭിത്തിയിലാണ്. കുടലിൻ്റെ ആ ലൂമിലല്ല, കുടലിൻ്റെ ഭിത്തിയിലാണ്. ഈ ഞാൻ പറഞ്ഞ ആദ്യത്തെ 1000 ദിവസങ്ങളിൽ ഈ നമ്മൾ കഴിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന, അല്ലെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്ന എന്തൊക്കെ നമ്മുടെ കുടലിലെത്തുമോ, അത് ബാക്ടീരിയ ആയിരുന്നാലും വൈറസ് ആയിരുന്നാലും കഴിക്കുന്ന ഭക്ഷണങ്ങളായിരുന്നാലും എന്തു തന്നെ ആയിരുന്നാലും ആ 1000 ദിവസങ്ങളിൽ അത് ഈ പ്രതിരോധ ശക്തി ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയത്ത് അത് സെൽഫായി ഐഡൻറ്റിഫൈ ചെയ്യും. അത് കഴിയുമ്പോൾ ഇതെല്ലാം നോൺ സെൽഫാവും, നമ്മുടേതല്ലാതാകും. എന്താ സംഭവിക്കുന്നത്? ഞാനൊക്കെ കുട്ടിക്കാലത്ത് എൻ്റെ വീട്ടിൽ പട്ടി ഉണ്ടായിരുന്നു, പൂച്ച ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു, 8-10 പേരുണ്ടായിരുന്നു. ചുറ്റും പശു ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം പോയി, ഞാനെന്നല്ല, നമ്മളെല്ലാം പോയി അതിനെ തൊടുമായിരുന്നു. നമ്മൾ പൂച്ചയെ താലോലിക്കുമായിരുന്നു, പട്ടിയെ താലോലിക്കുമായിരുന്നു, നമ്മളെ ഒരുപാട് പേര് എടുക്കുമായിരുന്നു. ഇവിടെ നിന്നെല്ലാം കിട്ടുന്നത് എന്തുവാ? ഇവിടെ നിന്നെല്ലാം നമ്മൾ കുളത്തിൽ പോയി കുളിക്കും, നമ്മൾ അഴുക്കിൽ കളിക്കും. അഴുക്കിൽ കളിക്കുമ്പോഴും കിട്ടുന്നത് എന്താ? അവിടെ നിന്ന് നമുക്ക് ബാക്ടീരിയയും കുറേ ആൻറ്റിജൻസും ഇതെല്ലാം നമ്മൾ കുറച്ച് കുടിക്കും, കുറച്ചല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ പറ്റും.
ഇതെല്ലാം ആ ഒരു കുട്ടിക്കാലത്ത് നമ്മൾ ഇതിനോടെല്ലാം എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ട് ഇതിൽ പലതും നമുക്ക് സെൽഫായി നമ്മളെ പ്രതിരോധ ശക്തിയെ നിയന്ത്രിക്കുന്ന കോശങ്ങൾ ഇതിനെ സെൽഫായി കൺസിഡർ ചെയ്യും. അത് ആ കോണ്ടാക്റ്റ് നമുക്കുണ്ടായില്ലെങ്കിൽ ഇതെല്ലാം നോൺ സെൽഫായി മാറുകയും പിന്നെ വളരുമ്പോൾ നോൺ സെൽഫായി മാറും. അങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന അലർജിക് അസുഖങ്ങളുടെ ഒരു കൂമ്പാരമാണെന്ന്. ഇതിനകത്ത് പലതും എൻ്റെ കുട്ടിക്കാലത്ത് നിന്ന് ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ പിന്നെ മീൻ കഴിക്കുന്ന എല്ലാവർക്കും അലർജി വരുന്നു, അല്ലെങ്കിൽ കപ്പലണ്ടി കഴിക്കുന്ന എല്ലാവർക്കും അലർജി ഉണ്ടാകുന്നു. പൊളൻസ്, പൂക്കളുടെ പൂക്കളുമായി എത്ര കുട്ടികളായിരുന്നു പൂക്കളെ കാണുന്നത്, പൂക്കളുമായിരുന്നു തൊട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് നമ്മളെ കുടലിലുള്ള പ്രതിരോധ ശക്തിയുടെ പരമായിട്ടുള്ള കുടൽ മാത്രമല്ല, അതിനകത്തൊക്കെ നമ്മൾ തൊലിപ്പുറത്തൊക്കെ ഇതുണ്ട്. അപ്പം നമ്മളെ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഡൈജഷൻ, നമ്മളെ പ്രതിരോധ ശക്തി. ഇവിടെ ഇരിക്കുന്ന ചിലരെ കൊതുക് കടിക്കില്ല, ചിലരെ കൊതുക് കടിക്കും, ചിലർ കൊതുകിൻ്റെ നടുക്കുന്ന പോലും കടിക്കില്ല. എന്താ കാര്യം? നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളുടെ തൊലിപ്പുറത്തുള്ള ബാക്ടീരിയയാണ് അത് നിയന്ത്രിക്കുന്നത്. ആ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ചില ആൽക്കലോയിഡ്സ് ഉണ്ട്. അതെവിടെ നിന്ന് ആൽക്കലോയിഡ്സ്? ആ ബാക്ടീരിയ എന്ന് വരുന്നതാണ്. അതാണ് നിങ്ങളുടെ ശരീരത്തിലെ സ്കിന്നിലെ മണം. ആ മണം തിരിച്ചറിഞ്ഞിട്ടാണ് കൊതുകുകളെ കളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ, അതിൽ പ്രധാനമായും നമ്മളെ കുടലിലുള്ള സൂക്ഷ്മജീവികളാണ്. ഈ സൂക്ഷ്മജീവികളെ ഒരു 50 വർഷം മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഈ പറഞ്ഞ ഒരു സിറ്റുവേഷൻ, 50 വർഷം മുമ്പ് നമ്മൾ ഒരുപാട് പച്ചക്കറികൾ കഴിക്കുമായിരുന്നു, പഴങ്ങൾ കഴിക്കുമായിരുന്നു. നമ്മൾ നാട്ടിൻ പുറത്ത് കിട്ടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ കഴിക്കുമായിരുന്നു. നമ്മൾ അടുക്കളയായിരുന്നു നമ്മുടെ ഫാർമസി ആയിരുന്നത്. അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണങ്ങളെല്ലാം ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരുന്നു. അതിൽ ഉള്ള സൂക്ഷ്മജീവികൾ, നമുക്ക് ചുറ്റുമുള്ള സൂക്ഷ്മജീവികൾ, ഇതെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമായിരുന്നു. ഇപ്പം നമ്മളെന്താ കഴിക്കുന്നത്? നമുക്ക് ന്യൂക്ലിയർ ഫാമിലീസായി, നമ്മൾ വളരെ ചുരുക്കം പേരുമായി മാത്രം ബന്ധപ്പെടുന്നു. ആ ബന്ധം തന്നെ കോവിഡ് വന്നതോടെ അത് വിർച്വൽ സ്പേസിലായി. പല ബന്ധങ്ങളും പുറത്തിറങ്ങുന്നില്ല. ഒരു ഹാൻഡ് ഷേക്ക് പോലും വളരെ റെയറായി. ഞാൻ ഈ ഹാൻഡ് ഷേക്കിനെ കുറിച്ച് പറയുമ്പോൾ, ആംസ്റ്റർഡാമിൽ നമ്മളൊരു ഹാൻഡ് ഷേക്ക് ചെയ്യുമ്പം നമ്മൾ മില്യൺസ് ഓഫ് ബാക്ടീരിയ നമ്മൾ ഒരാളിൽ നിന്ന് മറ്റേയാളിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അത് മിക്കപ്പോഴും ഇപ്പം നമ്മളെ കൺസെപ്റ്റ് എന്താണ്? ഹാൻഡ് ഷേക്ക് ചെയ്തിട്ട് ബാക്ടീരിയ കിട്ടിക്കഴിഞ്ഞാൽ അസുഖമാണെന്നാണ്. ഒന്നുമല്ല. അത് ഞാനത് അതിലോട്ട് പറയാം. നമ്മുടെ ബാക്ടീരിയൽ ഡൈവേഴ്സിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. ഡൈവേഴ്സിറ്റിയാണ് ഹെൽത്ത്. ഞാൻ അതിലോട്ട് വരാം. ഞാൻ എപ്പോഴായാലും പ്രയോജനം ചെയ്യും. പക്ഷേ ആ ഒരു ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ് ഞാൻ 1000 ദിവസത്തെ കഥ പറഞ്ഞത്. ഇത് എല്ലായ്പ്പോഴും പ്രയോജനം ചെയ്യും. ആംസ്റ്റർഡാമിൽ ഒരു ഞാൻ പറഞ്ഞ സൂക്ഷ്മജീവികളുടെ ഒരു മ്യൂസിയമുണ്ട്. അവിടെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അവർ. അതിൻ്റെ പേര് കിസ്സോമീറ്റർ എന്നാണ്. 2 പേര് കിസ് ചെയ്യാണ്. ആ കിസ് ചെയ്യുന്ന സമയത്ത് അവർ കാണിക്കും എത്ര ബാക്ടീരിയ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത്. പിന്നെ ഇത് എക്സാക്ട് നമ്പേഴ്സൊന്നും ആയിരിക്കില്ല, പക്ഷേ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. അത് മില്യൺസാണ്. നിങ്ങളൊരു കിസ് ചെയ്യുമ്പം, നിങ്ങളൊരാളെ ഹഗ് ചെയ്യുമ്പം, അതെല്ലാം കോവിഡാനന്തര കാലഘട്ടത്തിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായി. അത് ഇനിയും വേണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിൻ്റെ കാര്യം. അപ്പം ഇങ്ങനെ ഇതിൻ്റെ പ്രയോജനം എന്താ?
എന്തുകൊണ്ട് നമ്മളൊരു കാർഡ് എടുക്കുക, കാർഡിൽ ഒരു മരമല്ല ഉള്ളത്, ഒരുപാട് മരങ്ങൾ, കുറ്റിച്ചെടികൾ, കുഞ്ഞു ചെടികൾ, ഏറ്റവും തറയിൽ ഉള്ള ചെടികൾ, അതിനോടൊപ്പം ഒരുപാട് പൂക്കൾ, പക്ഷികൾ, വലിയ മൃഗങ്ങൾ, കുഞ്ഞു മൃഗങ്ങൾ, മണ്ണിലെ സൂക്ഷ്മജീവികൾ, ഇങ്ങനെ എല്ലാമുണ്ട്. നമ്മുടെ കുടലിനുള്ളിലും ഒരു കാടാണ്. എന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇത് ഒരു തരത്തിലുള്ള ഒരു ബാക്ടീരിയ അല്ല നമ്മുടെ കുടലിലുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ 100 ട്രില്യൺ ബാക്ടീരിയയിൽ 10,000-ഓ 1,00,000-ഓ വ്യത്യസ്തമായ സ്പീഷീസ് ഉണ്ട്. ഈ വ്യത്യസ്തമായ സ്പീഷീസ് അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിറ്റി ആണ് ഹെൽത്ത്. അല്ലാതെ ഒരു ബാക്ടീരിയ അവിടെ ഉണ്ടായിട്ട് ഹെൽത്ത് ഉണ്ടാവുന്നില്ല. ഈ വ്യത്യസ്തമായ സ്പീഷീസാണ്, ഇത്രയും വ്യത്യസ്തമായ ഒരുപാട് തരങ്ങൾ. അതിൽ പലതും ഇപ്പോഴും ശാസ്ത്രലോകത്തിന് അറിയില്ല എന്തൊക്കെയാണ്. നമുക്കറിയാവുന്നുള്ളത് അവിടെ ഈ നമ്പേഴ്സ് ഇത്രയും ഹ്യൂജായിട്ടുണ്ടെന്നാണ്. അതിൽ കുറച്ചൊക്കെ നമുക്കറിയാം, കുറേ ബാക്ടീരിയസ് നമുക്കറിയാം. അപ്പം ഈ ഡൈവേഴ്സിറ്റി എന്താ? ഈ നമ്പറിലെ ഡൈവേഴ്സിറ്റി, ഡിഫറെൻറ്റ് ടൈപ്സിലെ ഡൈവേഴ്സിറ്റി എന്ന് മാത്രമല്ല, ഇവ ഉൽപ്പാദിപ്പിക്കുന്ന മെറ്റബോളൈറ്റ്സ് ഉണ്ട്, മെറ്റബോളിക് പ്രോഡക്ട്സ്. എത്രയോ മില്യൺസ് ഓഫ് മെറ്റബോളിക് പ്രോഡക്ട്സ് ആണ് ഈ ബാക്ടീരിയ അല്ലെങ്കിൽ ഈ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്നത്. ഇതെല്ലാം ഈ പറയുന്ന ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി, അതാണ് നമ്മൾ ഈ മെറ്റബോളിക് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി. അപ്പം ഈവൻനെസ്, റിച്ച്നെസ് ആൻഡ് ഫങ്ഷണൽ ഡൈവേഴ്സിറ്റി, ഇത് മൂന്നുമാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇത്രയും കൂടി ചേരുമ്പോഴാണ് ഒരു ഹെൽത്തി മൈക്രോബയോം എന്ന് പറയുന്നത്. ഹെൽത്തി ആയിട്ടുള്ളൊരു സൂക്ഷ്മജീവികൾ. അല്ലാതെ ഒരു ടൈപ്പ് ഉണ്ടായിട്ട് കാര്യമില്ല. 2 ടൈപ്പ് ഉണ്ടായിട്ട് ഒരെണ്ണം 90% ഒരു ബാക്ടീരിയയും 10% വേറൊരു ടൈപ്പ് ബാക്ടീരിയ ഉണ്ടായിട്ട് കാര്യമില്ല. അത് 50-50 ആയിരിക്കണം. ആ ഒരു ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പം അങ്ങനെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പ്രകൃതിയുമായി ചേർന്ന് ജീവിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ചുറ്റും മൃഗങ്ങളും സസ്യങ്ങളും ചെടികളും പൂക്കളും ഒക്കെ വേണം. നമ്മളത് കാണണം. നമ്മൾ മൃഗങ്ങളുമായി ഇടപഴകി ജീവിക്കണം. ഇതൊക്കെ എത്രത്തോളം പ്രാക്ടിക്കലാണെന്ന് എനിക്കറിയില്ല കേട്ടോ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടാകുമ്പോഴേ നമുക്കൊരു ആരോഗ്യകരമായ ഒരു സൂക്ഷ്മജീവി സമൂഹം നമ്മളെ കുടലിലുണ്ടാവുള്ളൂ. ഇതിനകത്ത് വേറൊരു കാര്യം, ഞാൻ നേരത്തെ ഈ 1000 ദിവസങ്ങൾ പറഞ്ഞതിൻ്റെ കൂടെ പറയേണ്ട വേറൊരു കാര്യം, നമ്മൾ ഈ കഴിഞ്ഞ നമ്മുടെ ലോകാരോഗ്യ സംഘടന പറയുന്നത് നമ്മളുടെ ജനനം 15% കൂടുതൽ സിസേറിയൻ സെക്ഷൻ ചെയ്യരുതെന്നാണ്. 80-85% വരെ നോർമൽ ഡെലിവറി കഴിയുമെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ്. അത് കേരളത്തിൻ്റെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 30-35% വരും. കേരളം മൊത്തം 40% വരും. കേരളം മൊത്തം നോക്കിക്കഴിഞ്ഞാൽ പല ജില്ലകളും 50%-ൽ കൂടുതലാണ്. ഇത് അടുത്ത കാലത്ത് വന്നൊരു കണക്കാണ്, ഞാനിവിടെ വായിച്ചതാണ്. പല ജില്ലകളിലും 50%-ൽ കൂടുതലാണ്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. വളരെ സാമൂഹികമായിട്ടും പിന്നെ മെഡിക്കലും ആയിട്ടുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. പക്ഷേ എന്താ പ്രശ്നം? ഞാൻ ഈ പറയുന്ന കോണ്ടെക്സ്റ്റിൽ എന്താ പ്രശ്നം? നമ്മൾ ജനിക്കുമ്പം നമ്മൾ അമ്മയുടെ ജനനേന്ദ്രിയത്തിൽ കൂടി വജൈന എന്ന് പറയുന്ന ഭാഗത്തൂടെ വരുന്നു. ഈ ജനനത്തിന് ഒരു 2 മാസം 2 മാസം മുമ്പ് ആയിട്ട് ഈ ജനനേന്ദ്രിയ ഭാഗത്തുള്ള സൂക്ഷ്മജീവികളുടെ ഫ്ലോറ വ്യത്യസ്തമാവുകയാണ്. അവിടെ ഏറ്റവും കൂടുതൽ ഈ ലാക്ടോബാസിലസ്, ബിഫിഡോ ബാക്ടീരിയ, ഇതൊക്കെ പേരുള്ള ചുമ്മാ വിട്ടേക്ക്, ഇങ്ങനെയുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയ ആ ഭാഗത്തെ കവർ ചെയ്യുക. ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതാണ് നമ്മുടെ കുടലിൽ ആദ്യമായി ഉണ്ടാകാൻ പോകുന്ന ബാക്ടീരിയൽ സ്ട്രെയിൻസ്. ഇത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും
കുഞ്ഞ് കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ ഡൈജഷനും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താ സംഭവിക്കുന്നത് സിസേറിയൻ സെക്ഷൻ സംഭവിക്കുമ്പോൾ? ഈ ഫ്ലോറ നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്നത് എന്താണ്? ആശുപത്രിയുടെ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന ബാക്ടീരിയ. അത് ഇതൊന്നും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേറെ മാർഗ്ഗമില്ല. ചിലപ്പോൾ ചെയ്തേ പറ്റും. ഞാൻ മെഡിക്കൽ സയൻസിൻ്റെ എക്സ്റ്റായിട്ട് ഒരു ആളെയല്ല കേട്ടോ, അങ്ങനെ വിചാരിക്കുകയേ വേണ്ട. ഇത് സയൻസ് പറയുന്നുള്ള മാത്രം. നമ്മുടെ തൊലിപ്പുറത്തെ ബാക്ടീരിയ, അതാണ് പിന്നെ കിട്ടുന്ന സിസേറിയൻ സെക്ഷനിലൂടെ കിട്ടുന്ന ബാക്ടീരിയ. ഇതൊക്കെ ഇതല്ല കിട്ടേണ്ടത്. നമുക്ക് കിട്ടേണ്ടത് മറ്റതാണ്. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നതും ഒരു നോർമൽ ഡെലിവറി ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ ഇതൊക്കെ. ഇപ്പോൾ പല പാശ്ചാത്യ രാജ്യങ്ങളിലും സിസേറിയൻ സെക്ഷൻ ചെയ്ത് കഴിഞ്ഞ ബേബിയെ വജൈനൽ സ്വാബ് എടുത്തിട്ട് അത് കുഞ്ഞിൻ്റെ ദേഹത്തൊക്കെ വെച്ച് ഈ വായുടെ ഈ ഭാഗത്തൊക്കെ വെച്ച് പുരട്ടാറുണ്ട്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് വായിലോട്ട് എത്തും എന്നുള്ളൊരു കൺസെപ്റ്റിൽ അങ്ങനെ പല സ്ഥലങ്ങളിലും ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുടലിലെ സൂക്ഷ്മജീവികളുടെ ഡൈവേഴ്സിറ്റി കൂട്ടാൻ ചെയ്യുന്ന വേറൊരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ്. ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, ബാക്ടീരിയ ഉണ്ടാക്കുന്ന സാധനങ്ങളുണ്ട്. ബാക്ടീരിയ 2 ടേംസ് ഉണ്ട്, പ്രീബയോട്ടിക് ആൻഡ് പ്രോബയോട്ടിക്. നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. പ്രോബയോട്ടിക് എന്തായാലും കേട്ടിട്ടുണ്ടാവും. പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ ലൈവായിട്ടുള്ള ബാക്ടീരിയയാണ് നമ്മൾ കഴിക്കുന്നത്. എന്താ പ്രീബയോട്ടിക്? ഈ ബാക്ടീരിയയെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ് പ്രീബയോട്ടിക്. ബ്രസ്റ്റ് മിൽക്കിൽ ഏറ്റവും കൂടുതലുള്ള ഹ്യൂമൻ മിൽക്ക് ഒലിഗോസാക്രൈഡ് എന്നും വേണ്ട ഒരു സാധനമുണ്ട്. ഇത് അതിനു വേണ്ടിയാണ്, ഈ ബാക്ടീരിയ കഴിക്കാൻ വേണ്ടിയാണ്. ഈ ബാക്ടീരിയ അത് കഴിക്കുന്ന ബാക്ടീരിയ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ബിഫിഡോ ബാക്ടീരിയ എന്ന ബാക്ടീരിയയുടെ ഭക്ഷണമാണ് ഇത്. അപ്പോൾ അത് കുഞ്ഞിന് നമ്മുടെ ഒരു ഇൻഫൻറ്റ് ഫീഡ് ഫോമിലേക്കകത്തും ഞാൻ ഈ പറഞ്ഞ ഒലിഗോസാക്രൈഡ് ഇല്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യമായിട്ട് ഈ ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മളുടെ ഡെലിവറി, മോഡ് ഓഫ് ഡെലിവറി ബ്രസ്റ്റ് മിൽക്ക് ഫീഡിങ്. ഇത് 2 കാര്യങ്ങൾ ചെയ്താൽ തന്നെ ഒരു നല്ല ശതമാനം കുഞ്ഞുങ്ങൾ ഹെൽത്തിയായി വരുമെന്നാണ് പറയുന്നത്. ഒരുപാട് പഠനങ്ങളുണ്ട് കേട്ടോ. ഈ ബ്രസ്റ്റ് മിൽക്ക് ഫീഡ് ചെയ്യാത്ത കുഞ്ഞുങ്ങളിൽ, അല്ലെങ്കിൽ സിസേറിയൻ സെക്ഷൻ, ഇപ്പോൾ സിസേറിയൻ സെക്ഷൻ ചെയ്ത കുഞ്ഞുങ്ങളിൽ ഒരു 10-30-40 വർഷത്തെ ഫോളോ അപ്പ് ഉള്ള ഒരു പഠനമുണ്ട്. അവർക്കെല്ലാം അലർജി സംബന്ധമായ അസുഖങ്ങൾ വളരെ വളരെ കൂടുതലാണെന്ന് കാണിച്ചിട്ടുണ്ട്. ഡയബറ്റിസ് അസുഖം വളരെ കൂടുതലാണെന്ന് കാണിച്ചിട്ടുണ്ട്. കുടലിനെ ബാധിക്കുന്ന ക്രോൺസ് ഡിസീസ് അല്ലെങ്കിൽ അൾസറേറ്റീവ് കോളൈറ്റിസ് എന്ന് പറയുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണെന്ന് കാണിച്ചിട്ടുണ്ട്. വാസ്കുലൈറ്റിസ് എന്ന് വെച്ചാൽ രക്തക്കുഴലുകളെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ് എന്നൊക്കെ പറയുന്ന അസുഖങ്ങൾ വളരെ കൂടുതലാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു പഠനമല്ല. ഞാൻ ഈ കോട്ട് ചെയ്തത് വളരെ ഒരു ലോങ് ടേം സ്റ്റഡിയാണ്. പക്ഷേ അല്ലാതെ ഒരുപാട് പഠനങ്ങളുണ്ട്. ഇത്രയും തന്നെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു അവയവമാണ് സൂക്ഷ്മജീവികൾ. അത് ഇന്ന് ആധുനിക ശാസ്ത്രം ഒരു അവയവമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ബൈ വെയ്റ്റ് സ്കിന്നല്ല, പ്രോബബ്ലി സർഫസ് ഏരിയ വെച്ചിട്ട് സ്കിന്നായിരിക്കും. ബൈ വെയ്റ്റ് ബ്രെയിൻ, ലിവറൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ. അത് 1.5 1.5 കിലോയൊക്കെ ഉണ്ട്. പക്ഷേ ശരീരത്തിൽ മൊത്തമുള്ള ബാക്ടീരിയൽ അല്ലെങ്കിൽ സൂക്ഷ്മജീവി, ഈ ബാക്ടീരിയ എന്ന് വേണ്ടി സൂക്ഷ്മജീവികൾ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ബാക്ടീരിയ മാത്രമല്ല. നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്നത് ബാക്ടീരിയയെക്കുറിച്ചാണ്. വൈറസ് ഉണ്ട്, ഫംഗസ് ഉണ്ട്, ആർക്കി എന്ന് പറയുന്ന വേറൊരു ടൈപ്പ് ഓഫ് ഇതുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ഈ സൂക്ഷ്മജീവികൾ.
അതിനെയാണ് പറയുന്നത് മൈക്രോ ബയോം എന്നുള്ള ഇതുണ്ട്. അപ്പോൾ ഇതിന് ഈ ബാക്ടീരിയ, ഈ സൂക്ഷ്മജീവികളുടെ വെയിറ്റ് ഏകദേശം 2 കിലോ വരും എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ശരീരത്തെ ഏറ്റവും വലിയ അവയവമായി, ഏറ്റവും ഭാരമുള്ള അവയവമായി മാറുകയാണ്. അതൊരു അവയവമായി ഇന്ന് നമ്മളെല്ലാം കൺസിഡർ ചെയ്യുകയാണ്. ഇത്രയും പ്രാധാന്യമുള്ള ഒരു കാര്യം, ഇതിൻ്റെ 1-2 കാര്യങ്ങൾ പറഞ്ഞു. ഇതെങ്ങനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാം? ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞു. നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് നമ്മുടെ പത്രങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്. കേരളം എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു സംസ്ഥാനമാണ്. കേരളത്തിൽ ഒരു വർഷം കൊണ്ട് 1000 കോടി രൂപയുടെ ആൻറ്റിബയോട്ടിക്സ് ഉപയോഗം കുറഞ്ഞു. 1000 കോടിയാ ഒരു വർഷം കൊണ്ടാ. എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. കൂടെ ചെയ്തത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് ആൻറ്റിബയോട്ടിക് കൊടുക്കരുത്, ഇത് മാത്രമാണ് ചെയ്തത്. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ആൻറ്റിബയോട്ടിക് മരുന്നുകൾ കൊടുക്കരുത്. അതുകൊണ്ട് മാത്രം 1000 കോടി രൂപയുടെ ആൻറ്റിബയോട്ടിക് വിൽപ്പന കുറഞ്ഞു. അതാണ് ന്യൂസ് അതാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനിക്കാരുടെ ന്യൂസാണത്. വിൽപ്പന കുറഞ്ഞു. എന്താ ചെയ്യുന്നത് ഈ ആൻറ്റിബയോട്ടിക്സ്? നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് ആൻറ്റിബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ 50-60 വർഷത്തിനുള്ളിൽ വൈദ്യശാസ്ത്രം കണ്ടുപിടിച്ച ഏറ്റവും വലിയ മാജിക് മിറക്കിളാണ്. പക്ഷേ കഴിഞ്ഞൊരു കുറേ നാളുകളായി അതിൻ്റെ ഉപയോഗം ദുരുപയോഗമായി, എന്തിനും ഏതിനും ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നതായിട്ടും ആണ് കാണുന്നത്. അപ്പോൾ ചോദിക്കും, അതെന്താ കുഴപ്പം? ഞങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നില്ലേ? നിങ്ങൾ കാശ് കൊടുത്ത് വാങ്ങുന്നതാണ്. പക്ഷേ അതിനോടൊപ്പം ചെയ്യുന്നത് നിങ്ങൾ മണ്ണിനോടും മനുഷ്യനോടും ഇവിടുത്തെ സകല ജീവജാലങ്ങളോടും ചെയ്യുന്ന അനീതിയാണ് ആൻറ്റിബയോട്ടിക് ഉപയോഗം. നിങ്ങളോട് മാത്രമല്ല, മനുഷ്യനോട് മാത്രമല്ല. ഇത് ഈ കാട് തീ പിടിക്കുന്ന കണ്ടിട്ടുണ്ടോ? അവിടെ തീ പിടിക്കുന്നത് ഒരു മരമല്ല, കാടൊക്കെ തീ പിടിക്കുക. അവിടെ കുഞ്ഞു മരങ്ങളും അവിടെയുള്ള കുറ്റിച്ചെടികളും അവിടെയുള്ള പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചത്തുപോകും. ഇത് തന്നെയാണ് ആൻറ്റിബയോട്ടിക് ചെയ്യുന്നത്. നിങ്ങളെ കുടലിലുള്ള സകല ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയെക്കുറിച്ചല്ല. ഞാൻ ഇത്രയും നേരം പറഞ്ഞതെന്നെല്ലാം നമ്മളുമായി സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ കുറിച്ചാണ്. ഈ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയുടെ കൂടെ ഒരു ആൻറ്റിബയോട്ടിക് 5 ദിവസം ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ നമുക്ക് വേണ്ട എല്ലാ ബാക്ടീരിയകളെയും ഉന്മൂലനം ചെയ്യുകയാണ്. ടോട്ടൽ ഇറാഡിക്കേഷൻ, അന്നിഹിലേഷൻ. അതുകൊണ്ട് എനിക്കിവിടെ കൂടിയിരിക്കുന്നവരിടത്തും എല്ലായിടത്തും ഒരുപക്ഷെ എനിക്ക് ഇന്നത്തെ ഇതിലുകൊണ്ട് ഏറ്റവും വലിയ മെസ്സേജ്, ഡോക്ടർമാരുടെ ആൻറ്റിബയോട്ടിക്സ് ചോദിക്കരുത്. അവർ വേണമെങ്കിൽ എഴുതി തരും. മനസ്സിലായി? ചോദിക്കരുത്. കാര്യം ഈ വൈദ്യന്മാർക്ക് അറിയാവുന്ന ഒരേ ഒരു പണി മരുന്നെടുത്താൽ. നിങ്ങൾ ചോദിച്ചാൽ അവർ എഴുതിത്തരും. കാര്യം ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ചോദിക്കരുത്. വേണമെങ്കിൽ എഴുതിത്തരും. അപ്പം ഇനി അതാ ഞാൻ പറഞ്ഞത്, ഈ 1000 കോടി കുറഞ്ഞത് എങ്ങനെയാണ്? ഈ ചോദ്യവും എല്ലാം കഴിഞ്ഞിട്ടുള്ളതാ. ഒരേ ഒരു കാര്യം സംഭവിച്ചിട്ടുള്ളൂ, ഫാർമസിയിൽ പോയി ചോദിക്കുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ ഉപയോഗം കുറഞ്ഞു. മനസ്സിലായില്ലേ? അവിടെ ഡോക്ടറില്ല, ഡോക്ടർക്കൊരു പങ്കുമില്ല അതിനകത്ത്. ഈ 1000 കോടിക്കകത്ത് ഡോക്ടറുടെ പങ്കില്ലാതെയാണ് കുറഞ്ഞത് 1000 കോടി. ഡോക്ടറുടെ പങ്ക് കൂടെ വന്നു കഴിഞ്ഞാൽ ഇനിയും കുറയും. അത് നിങ്ങൾ ഈ നാട്ടിന് വേണ്ടിയും ഇവിടുത്തെ ജീവജാലങ്ങൾക്ക് വേണ്ടിയും. എങ്ങനെയാണ് ജീവജാലങ്ങളെ ബാധിക്കുന്നത്? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും, ഈ പന്നിയാണ് തുടക്കം, അതുകൊണ്ട് ഞാൻ പന്നിയെ പറഞ്ഞത്. പന്നി, കോഴി, നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളും ലോ ഡോസിൽ, ചെറിയ ഡോസിൽ ഈ ആൻറ്റിബയോട്ടിക്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇവരുടെ എല്ലാം വെയിറ്റ് കൂടും. ഇവരെല്ലാം ചെയ്യുന്നതാ, വെയിറ്റ് കൂട്ടുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഇപ്പം പലപ്പോഴും ഇത് കൊടുക്കാതെയും
ഈ മണ്ണിലെല്ലാം ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സിൻ്റെ ബാക്കിയും ഈ മണ്ണിലുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഇൻഡിസ്ക്രിമിനേറ്റ് ആൻറ്റിബയോട്ടിക് യൂസ് കൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ദ്രോഹം ചെയ്യുന്നത്, ഈ പ്രകൃതിയെയും സസ്യജാലങ്ങളെയും ഇവിടുത്തെ മൃഗങ്ങളെയും ഒക്കെയാണ്. അത് കഴിയുമെങ്കിൽ നിയന്ത്രിക്കുക. അത് നിങ്ങളുടെ കയ്യിലാണ്. ഇനി ഇത് ഞാനീ പറഞ്ഞു വന്നത് എങ്ങനെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു സൂക്ഷ്മജീവി സമൂഹത്തിൽ നമ്മളെ കുടലിൽ വളർത്താം. അത് പലതും ഞാൻ പറഞ്ഞു. ഏറ്റവും പ്രധാനം ഭക്ഷണം തന്നെ. ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ഡിസ്കഷൻ രാവിലെ കുറച്ച് മുമ്പ് നടന്നതാണ്. അത് ഏറ്റവും പ്രധാനം ഭക്ഷണം തന്നെയാണ്. ഭക്ഷണത്തിന് എന്താ പ്രാധാന്യം? ഞാനൊരു ഭക്ഷണം ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കരുത് എന്ന് പറയുന്ന ഇഷ്ടമുള്ള ഒരാളല്ല. ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കാറുണ്ട്. അതുകൊണ്ടാണ്. പക്ഷേ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ വരുത്തേണ്ട 1-2 കാര്യങ്ങൾ ഉണ്ട്. ഒരു പ്ലാൻ ബേസ്ഡ് അതിൻ്റെ അർത്ഥം പിന്നെ പ്ലാന്റിലത്തൊന്നും കഴിക്കലെന്നല്ല. പ്ലാൻ ബേസ്ഡ് ഒരു ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾക്കും നല്ലതാണ്, ഈ നിങ്ങളുടെ ഉള്ളിലുള്ള സൂക്ഷ്മജീവിയൊക്കെ നല്ലതാണ്. ഇച്ചിരി ഫൈബർ വേണം, അത് നിങ്ങൾക്ക് നല്ലതാണ്. എത്രയോ ക്യാൻസറുകൾ ഫൈബർ കഴിക്കുന്നത് കൊണ്ട് കുറവ് വരും. അത് വൻകുടൽ, ബ്രസ്റ്റ്, ഒരുപാട്. മനസ്സിലായി? അത് ഏറ്റവും പ്രധാനമുള്ള രണ്ടെണ്ണം ഞാൻ പറയാമെന്നുള്ളതേ ഉള്ളൂ. കുറവ് വരും. അപ്പം പ്ലാൻ ബേസ്ഡ് ഭക്ഷണം കഴിക്കണം. മിനിമം 30-35 ഗ്രാം ഫൈബർ എല്ലാ ദിവസവും നമ്മൾ കഴിക്കണം. നേരത്തെ ഇവിടെ ആരോ ചോദിച്ചു ഈ കഴുകി കഴിക്കണം, പിന്നെ വേവിച്ച് കഴിക്കണം. ഞാൻ ഇതിൻ്റെ ബേസിൽ വേറൊരു കാര്യം പറയാനുണ്ട്. ഈ തൊലിപ്പുറം, ഈ ഫ്രൂട്ട്സിൻ്റെയൊക്കെ തൊലിപ്പുറം അല്ലേ, തൊലി, പല 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 ഫലങ്ങളുടെയും തൊലി പല നിറങ്ങളാണല്ലേ. റെഡ്സ്, ഓറഞ്ചസ്, വൈറ്റ്സ്, ഗ്രീൻസ് അല്ലേ? അതൊക്കെ എന്തിനാ? ഏതെങ്കിലും ഒരു കളർ കഴിച്ചാൽ പോരെ? ഇതിനകത്തൊക്കെ ഈ തൊലിപ്പുറത്താണ് ഫൈറ്റോ കെമിക്കൽസ് അല്ലെങ്കിൽ ഫൈറ്റോഫീനോൾസ് എന്നൊക്കെ പറയുന്ന കുറേ, അത് ആൻറ്റി ഓക്സിഡൻ്റ് എന്നോ നിങ്ങൾക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്നൊക്കെ പറയാവുന്ന കുറേ സാധനങ്ങളുള്ളത്. അത് ഈ തൊലിപ്പുറത്താണ് ഏറ്റവും കൂടുതലുള്ളത്. ഈ ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും തൊലിപ്പുറത്താണുള്ളത്. അപ്പോൾ തൊലി ചെത്താതെ കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കുക. എന്താ പ്രയോജനം? ഈ ഫൈബർ പോലെ തന്നെ ഇതും ഒരു പ്രീബയോട്ടിക്കാണ്. ഇത് നമുക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ബാക്ടീരിയയെ പ്രൊമോട്ട് ചെയ്യുന്ന വേറൊരു സബ്സ്റ്റൻസാണ്. ഈ ഫൈബർ പോലെ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന വേറൊരു സാധനമാണ്. അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ ഈ കളറിൻ്റെ കാര്യം പറഞ്ഞു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണോ എന്നറിയില്ല, ഏതോ ഒരു ബോഡിയുടെ ഒരു റെക്കമെൻഡേഷൻ ഉണ്ട്. ഓരോ ദിവസവും മിനിമം 5 കളറുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ നമ്മൾ കഴിക്കുക. 5 കളർ, ഡിഫറെൻറ്റ് കളേഴ്സ്. ഒരാഴ്ചയിൽ 25 മുതൽ 30 വരെ കളറുള്ള സാധനങ്ങൾ കഴിക്കുക. എത്രത്തോളം പ്രാക്ടിക്കൽ എന്ന് അറിയില്ല, പക്ഷേ ശ്രമിക്കുക. അത് വീണ്ടും നമ്മുടെ ഈ കുട്ടിക്കുരങ്ങന്മാരെ സഹായിക്കുന്ന സാധനങ്ങളാണ്. അത് നമ്മളെയും സഹായിക്കും. അടുത്തൊരു ചോദ്യം ഫാറ്റ് കഴിക്കാമോ എന്നുള്ളതാണ്. എല്ലാ ഭക്ഷണവും കഴിക്കാം, ഫാറ്റും കഴിക്കാം, പ്രോട്ടീൻസും കഴിക്കാം. ഫാറ്റ് ആവശ്യത്തിന് മാത്രം കഴിക്കുക. ഞാൻ പറയുന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഫാറ്റ് കഴിക്കുന്നത്, പ്രത്യേകിച്ചും സാച്ചുറേറ്റഡ് ഫാറ്റ് പലതുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റ്, മോണോ അൺസാച്ചുറേറ്റഡ്, പോളി അൺസാച്ചുറേറ്റഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഫാറ്റ്സ് ഉണ്ട്. ഇതിലത്തെ പോളി അൺസാച്ചുറേറ്റഡ് എഗെയിൻ നമ്മളെ ബോഡിക്ക് വേണ്ടതാണ്. ഈ പറഞ്ഞ ബാക്ടീരിയൽ ഫ്ലോറയെ കുറിച്ച് സംബന്ധിച്ചാണെങ്കിൽ അത് ന്യൂട്രലാണ്, ഒന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. മോണോ സാച്ചുറേറ്റഡ് ചില ഓയിൽസിലൊക്കെ ഉള്ളതാണ്. ഒലീവ് ഓയിൽ എന്നൊക്കെ പറയുന്നതൊക്കെ മോണോ അൺസാച്ചുറേറ്റഡ് ഫാറ്റാണെന്ന് തോന്നുന്നു.
അത് ചില ബാക്ടീരിയയൊക്കെ നമുക്ക് ബെനിഫിഷ്യലായിട്ടുള്ള ചില ബാക്ടീരിയയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ട പഠനങ്ങളുണ്ട്. അപ്പോൾ അത് കഴിക്കാം. പക്ഷേ സാച്ചുറേറ്റഡ് ഫാറ്റ് കഴിയുന്നതും ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ നാട്ടിൽ ഒരുപാട് ഈ വെയിറ്റ് റെഡ്യൂസിങ് കീറ്റോ ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്സ് ഉണ്ട്. പ്രോട്ടീൻസ് ബെനിഫിഷ്യലാണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോട്ടീൻസ് നമുക്ക് വേണം, തീർച്ചയായിട്ടും വേണം. പ്രോട്ടീൻസ് വളരെ വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഭക്ഷണത്തിൽ. അത് ഇൻക്ലൂഡ് ചെയ്യാൻ തന്നെ വേണം. പക്ഷേ ടു മച്ച് ഓഫ് പ്രോട്ടീൻസ്, ഈ കീറ്റോ ഡയറ്റ് എന്നൊക്കെ പറയുന്നത് ടു മച്ച് ഓഫ് പ്രോട്ടീൻസാണ്. അത് പലപ്പോഴും ബെനിഫിഷ്യൽ അല്ല എന്നുള്ള രീതിയിലാണ് പഠനങ്ങളുള്ളത്. ഒരു പ്രോട്ടീനൊരു കണക്കുണ്ട്, 1 ഗ്രാം അല്ലെങ്കിൽ 1.2 ഗ്രാം പെർ കിലോഗ്രാം ബോഡി വെയിറ്റ് എന്ന് പറയുന്നൊരു കണക്കുണ്ട്. അത്രയൊക്കെ മതിയെന്നുള്ളതാണ്. അത് ഈ ബാക്ടീരിയ കൂടുതലാവുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഈ ബാക്ടീരിയൽ ഫ്ലോറ മാറും. ബാക്ടീരിയ ഉണ്ടാക്കുന്ന മെറ്റബോളിക് പ്രോഡക്ട്സിൻ്റെ നേച്ചർ മാറും. അതിൽ ചിലതൊക്കെ നമുക്ക് ഹാർട്ട് ഡിസീസും പിന്നെ രക്തക്കുഴലിലൊക്കെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ചില മെറ്റബോളിറ്റ്സൊക്കെ ഉണ്ടാക്കുന്ന വേണ്ട പഠനങ്ങളുണ്ട്. അപ്പം ടു മച്ച് ഓഫ് പ്രോട്ടീൻസ് വേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ ഭക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ വളരെ പ്രയോജനകരമായ നമുക്ക് ഡൈവേഴ്സായിട്ടുള്ള ഒരു സൂക്ഷ്മജീവി സമൂഹത്തെ ഉണ്ടാക്കാൻ വേണ്ടൊരു കാര്യമാണ് എക്സസൈസ്. ഇതെല്ലാം ജനറൽ വെൽബീയിങ്ങിൻ്റെ പാർട്ടാണ്. പക്ഷേ ഇതെല്ലാം നമ്മളെ സഹായിക്കുന്നതാണ്. ഈ പറഞ്ഞ ബാക്ടീരിയൽ ഡൈവേഴ്സിറ്റി കൂട്ടുന്നതിനും സഹായകരമായ കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഉറക്കവും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണമെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഉറങ്ങേണ്ട സമയത്ത് തന്നെ ഉറങ്ങണമെന്നുള്ളതും പ്രധാനമാണ്. നമുക്കെല്ലാം സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ ഉള്ളതുപോലെ തന്നെ ഈ പറയുന്ന സൂക്ഷ്മജീവികൾക്കും ഒരു ബയോളജിക്കൽ റിതമുണ്ട്, ഒരു ക്ലോക്കുണ്ട്. അപ്പോൾ ആ ക്ലോക്ക് തെറ്റിക്കുമ്പം അവരുടെ പ്രവർത്തനവും തെറ്റും. അപ്പോൾ ഈ ലേറ്റ് നൈറ്റ് ഫീഡ്സ്, ലേറ്റ് നൈറ്റ് സ്ലീപ്പ്, ഇതെല്ലാം ഹാനികരമാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ യു ആർ വാട്ട് യു ഈറ്റ് ഒന്ന് മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാൽ യു ആർ വാട്ട് യുവർ മൈക്രോബ്സ് ഈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഡോക്ടർ, ഒരു സംശയമാണ്. ഈ ICMR-ൻ്റെ ഒരു പഠനത്തിൽ ചാണകത്തിൽ ഏകദേശം 5 മുതൽ 15 വരെ മാരകങ്ങളായ ബാക്ടീരിയ ഉണ്ടെന്ന് ഞാൻ ഒരു റിപ്പോർട്ടിൽ വായിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞതിനകത്ത് ഒരു റെക്കമെൻഡേഷൻ ഉണ്ടായിരുന്നു, പ്രകൃതിയോടും മൃഗങ്ങളോടും ഇണങ്ങി ജീവിക്കണം. അതിനകത്ത് ഈ പറഞ്ഞ 2 ഗോമൂത്രമോ ചാണമോ വല്ലതും ഇൻവോൾവ് ആവുന്നുണ്ടോ? ഇതൊന്നും ഒഴിവാക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഈ ബാക്ടീരിയ ഈ പറഞ്ഞ ഗോമൂത്രവും ചാണകവും ഒക്കെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയോ വൈറസിനെയോ കണ്ടെന്നിരിക്കും. നമ്മുടെ മല എടുത്ത് പരിശോധിച്ചാലും അതിനകത്ത് ഈ ഞാൻ പറഞ്ഞതിൻ്റെ കൂടെ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയയും വൈറസും ഒക്കെ നമ്മുടെ മലത്തിലുമുണ്ട്. അത് എന്തുകൊണ്ട് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. അതും അവിടെ നമ്മുടെ പിന്നീട് ഞാൻ ഇത് വളരെ വളരെ വാസ്റ്റായിട്ട് ടോപ്പിക്കാണ്. അപ്പം ഞാൻ അത് എന്തുകൊണ്ട് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ അസുഖം ഉണ്ടാക്കുന്ന ബാക്ടീരിയ ഉണ്ട്, അസുഖം ഇല്ലാത്ത ബാക്ടീരിയ ഉണ്ട്. നിങ്ങൾക്ക് അസുഖം ഇല്ലാത്ത സമയത്ത് തന്നെ അത് എന്തുകൊണ്ട് അസുഖം ഉണ്ടാക്കുന്നില്ല? അത് നമ്മുടെ പ്രതിരോധ ശക്തിയും നമ്മുടെ ബാക്കി ബാക്ടീരിയകൾ ഇതിനെ ഫൈറ്റ് ചെയ്യുന്നു, ഇത് നമുക്ക് അസുഖം ഉണ്ടാക്കുന്നില്ല. അപ്പം അത് ഈ ഒരു ചാണകം എടുത്ത് പരിശോധിച്ചു, അതിനകത്ത് കുറേ ബാക്ടീരിയ കണ്ടു എന്നുള്ളത് അത് ചാണകം നല്ലതാണെന്നോ ചീത്തയാണെന്നുള്ളത് ഒരു തെളിവുമല്ല. അതൊന്ന്. 2, പശുവിൻ്റെ കുടലെന്ന് പറയുന്നത് നമ്മളെക്കാൾ സമ്പുഷ്ടമായി സൂക്ഷ്മജീവികളുള്ള ഒരു കുടലാണ്. കാരണം പശുവിൻ്റെ പ്രധാന ആഹാരം പ്ലാന്റ്സാണ്. ആ കാണുന്ന പല പ്ലാന്റ്സിലെയും കാർബോഹൈഡ്രേറ്റ് ദഹിപ്പിക്കാൻ ബാക്ടീരിയ തന്നെ വേണം. മനസ്സിലായില്ലേ? ബെനഫിഷ്യൽ ആണെന്നാണോ ഓവറാൾ ഈ ഗോമൂത്രം കുടിക്കുകയും ചാണകം സേവിക്കുകയും ചെയ്യുന്നത്? അങ്ങനെയേ അല്ല. ഇതൊന്നും കഴിക്കാനുള്ള വസ്തുക്കളാണെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം ഞാൻ മനസ്സിലാക്കിയത്, ഇതെടുത്ത് പരിശോധിച്ചപ്പോൾ അതിനകത്ത് കുറച്ച് ബാക്ടീരിയ കാണാം, എപ്പോഴും കാണും എന്നേ ഞാൻ ഉദ്ദേശിച്ചു. അതിനർത്ഥം അത് കഴിക്കാവുന്നല്ല. ഹെൽത്ത്
ഒരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മുടെ ഇൻറ്റേർണൽ ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ പ്രോപ്പറായി വേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് ഇവിടെ വായിച്ചതായിട്ട് ഓർക്കുന്നു. അതിൽ ഈ മൈക്രോ ബയോമിനുള്ള റോൾ ആ ഭാഗം ഡോക്ടർ ടച്ച് ചെയ്തില്ല എന്ന് സൂചിപ്പിച്ചിരുന്നത്. ഗ്യാസ് നമ്മളെല്ലാം കുടലിലുള്ളതാണ്, എല്ലാ കുടലിലുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഈ പറഞ്ഞ സൂക്ഷ്മജീവികൾ ഉണ്ടാക്കുന്ന ഗ്യാസുണ്ട്, ഇതെല്ലാം നമ്മൾ കുടലിലുള്ളതാണ്. അതിൽ ചിലത് ഇപ്പം നമ്മൾ ഒരുപാട് പ്രോട്ടീൻ കണ്ടെയ്നിങ് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ ഹൈഡ്രജൻ സൾഫൈഡ് എന്ന് പറഞ്ഞൊരു ഗ്യാസ് കൂടുതലുണ്ടാവാം. സാധാരണ ഇതിൽ അത് ഉണ്ടാകാറില്ല. അതൊരു സ്മെല്ലുണ്ടാക്കുന്ന, ഈ പലപ്പോഴും സ്മെല്ലെന്ന് പറയാറില്ലേ, ആ സ്മെല്ലുണ്ടാക്കുന്ന ഒരു ഈ ഗ്യാസിൽ സ്മെല്ലുണ്ടാക്കുന്നൊരു സാധനമാണ്. അല്ലാതെ ബാക്ടീരിയയ്ക്ക് ഒരു റോളില്ല. പിന്നെ ചോദിച്ച ചോദ്യം അസുഖം ഉണ്ടാക്കുന്നതാണ്. അയ്യോ ഓക്കെ, എനിക്ക് തോന്നുന്നില്ല അത് ഈ കുടലിലെ ഗ്യാസും ബോഡി ടെമ്പറേച്ചറുമായിട്ട് ബന്ധമുണ്ടെന്ന് തോന്നുന്നില്ല. അറിയില്ല, വായിച്ചിട്ടില്ല, എങ്ങും വായിച്ചിട്ടില്ല. സർ, പ്രോബയോട്ടിക് ബാക്ടീരിയ അടങ്ങിയ നമ്മുടെ ഭക്ഷണപദാർത്ഥങ്ങൾ, നമ്മൾ സാധാരണ ഉള്ള ഭക്ഷണപദാർത്ഥങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ഫൈബ്രസ് ഒന്ന് എടുത്തു പറഞ്ഞാൽ നന്നായിരിക്കും തോന്നുന്നു. എല്ലാ പ്ലാന്റ്സിലും വെജിറ്റബിൾസിലും പ്രോബയോട്ടിക് അല്ല, ഫൈബറുണ്ട്. പ്രോബയോട്ടിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രോബയോട്ടിക് എന്ന് വെച്ചാൽ ആ വാക്കിനർത്ഥം പ്രോ ബെനിഫിഷ്യൽ, ബയോട്ടിക് ബാക്ടീരിയ എന്ന് വെച്ചാൽ അതിനകത്ത് ലൈവ് ബാക്ടീരിയ ഉണ്ടെന്നാണ്. അങ്ങനെയുള്ള ഭക്ഷണമാണ് ഈ പുളിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ. ഞാൻ അത് ടച്ച് ചെയ്ത് വിട്ടൊരു ഏരിയയാണ് ഫെർമെൻറ്റഡ് ഫുഡ്സ്. നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത എല്ലാം വരും അതിനകത്ത്. ഇപ്പം ഫെർമെൻറ്റഡ് ഫുഡ്സിന് വേണ്ടി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. എല്ലാ തൈരിലും ഫെർമെൻറ്റഡ് ആണ്, മനസ്സിലായില്ലേ? ഈ അച്ചാറും ഫെർമെൻറ്റഡ് ആണ്. ഈ കിംബൂച്ച, കമ്പൂച്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ ഫെർമെൻറ്റഡ് ആണ്. എല്ലാ പിക്കിൾസും ഫെർമെൻറ്റഡ് ആണ്. ഫെർമെൻറ്റഡ് ഫുഡ്സ് ബെനിഫിഷ്യൽ ബാക്ടീരിയ പ്രൊമോട്ട് ചെയ്യുന്ന സാധനങ്ങളെന്നാണ് ശാസ്ത്രം. കള്ളിലും ഉണ്ട് ബാക്ടീരിയ. സർ, ഒരു സംശയം സാറേ, ഇപ്പോൾ ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ചിലവർക്ക് ഗ്യാസ് കീഴ്വായുവായിട്ട് പോവും, ചിലവർക്ക് ഗ്യാസ് വായിലൂടെ പോവും. അത് കൺട്രോൾ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് പലവർക്കും. അതിനെപ്പറ്റി വല്ലതും പറയാൻ പറ്റുമോ, ഗ്യാസ് കുറയ്ക്കുന്നതിന്? ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച പോലെ ഇതിന് ഭക്ഷണവുമായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്. കഴിക്കുന്ന ഭക്ഷണം ഏതാണെന്ന് നോക്കുക. ചില ഭക്ഷണങ്ങൾ കൂടുതൽ ഗ്യാസ് ഉണ്ടാക്കും, അതങ്ങനെയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അത് ചിലർക്കൊന്നല്ല. എല്ലാവർക്കും ഗ്യാസ് കുടലിലുണ്ട്. നമ്മളെല്ലാവരും ഏമ്പക്കം വിടുന്നു, അതാണല്ലോ മുകളിലൂടെ പോകുമെന്ന് പറഞ്ഞത്. നമ്മളെല്ലാവരും താഴെ കൂടിയും ഗ്യാസ് വിടുന്നു. രണ്ടും എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അതിൽ ചിലർ അതിനെക്കുറിച്ച് കോൺഷ്യസ് ആവുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചിലർക്ക് കൂടുതൽ ഉണ്ടാകുന്നുമുണ്ട്. അതിൻ്റെ പ്രധാന കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അത് എല്ലാ ഭക്ഷണവും ഗ്യാസ് ഈ കാർബോഹൈഡ്രേറ്റ് കണ്ടെയ്നിങ് ഉള്ള എല്ലാ ഭക്ഷണങ്ങളും നോർമൽ ഗ്യാസ് ഉണ്ടാക്കുന്നവരാണ്. അത് ഹൈഡ്രജൻ, ഞാൻ നേരത്തെ പറഞ്ഞതല്ല, ഹൈഡ്രജൻ, നൈട്രജൻ എന്ന് പറയുന്നത് ഈ ഗ്യാസ് എല്ലാവരിലും ഉണ്ടാകുന്നതാണ്. ചിലർക്ക് ആ ബാക്ടീരിയൽ ഫ്ലോറ ചിലർക്ക് കുറച്ച് കൂടുതലുണ്ടാക്കും, ചിലർക്ക് കുറച്ചുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഒരു കൾപ്രിറ്റായിട്ട് ഒരു ഭക്ഷണം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ അത് ശ്രദ്ധിക്കുക, അതങ്ങ് അവോയ്ഡ് ചെയ്യുക. പിന്നെ ഈ ഗ്യാസ് പറയുന്ന പ്രശ്നം, ഈ ഏമ്പക്കം കൂടുതൽ വിടുന്നു, കീഴ്ശ്വാസം കൂടുതൽ പോകുന്നു എന്നുള്ളത് പ്രധാനമായും ഒരു പെർസെപ്ഷണൽ പ്രോബ്ലമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ബോധർ ചെയ്യുന്നതോടും അത് കൂടിക്കൊണ്ടിരിക്കും. നമ്മളെ കുടലിന് നമ്മുടെ ബോധവുമായും കുടലിൻ്റെ ചലനത്തിന് ബോധവുമായും ഒക്കെ ബന്ധമുണ്ട്. ചലനം കൂടുമ്പോൾ അവിടെ ഉള്ള ഗ്യാസിങ് പോരും. എല്ലാത്തിലും ബന്ധമുണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. തീർച്ചയായിട്ടും. അത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പേടിച്ച് തൂറിയെന്ന്. അത് ഞാനീ പറഞ്ഞത് തന്നെയാണ്. അത് ഈ ഇച്ചിരി മുമ്പ് പറഞ്ഞതാണ്. എന്ന് വെച്ചാൽ നമ്മളെ കുടല് ഈ ഞാൻ നേരത്തെ പറഞ്ഞത് കുടലിനകത്തൊരു ബ്രെയിനുള്ള ഉണ്ടെന്നുള്ളത് നമ്മുടെ തോട്ട് പ്രോസസ്സ്, നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ പ്രവർത്തിക്കുന്നത് ഒക്കെ കുടലിൻ്റെ ചലനത്തിന് കൂടുതൽ കുറവുകളുണ്ടാവും. നമ്മൾ ചലനം കൂടുമ്പം എന്താ സംഭവിക്കുന്നത്? നമുക്ക് കുറച്ച് കൂടുതൽ പോകാം. ആ ചലനം കൂട്ടുന്ന
ഏറ്റവും ഈ പറഞ്ഞ ഈ സ്ട്രെസ്സെന്ന് ഈ പറഞ്ഞാലേ ടെൻഷൻ ഉണ്ടാവുമ്പം കൂടുന്നെന്ന് പറയും, അതുപോലെ ഈ ടെൻഷൻ പോലെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരുപാട് നിങ്ങളിൽ ഒരു ഇവിടെ ഇരിക്കുന്ന ഒരു 50 പേരുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 3-4 പേർക്കും കാണുന്ന ഒരു കാര്യമാണ് ഭക്ഷണം കഴിച്ചാൽ ഉടനെ പോകണമെന്ന് തോന്നും. മനസ്സിലായില്ലേ? അതും ഇതാണ്. ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേക്കും കുടലിൻ്റെ ചലനം കുറച്ചൊന്ന് കൂടും. അത് ചിലരിൽ അത് കുറച്ച് സാധാരണ കൂടുന്നതിനും കുറച്ച് കൂടുതലായിരിക്കും, ചിലർക്ക് സാധാരണ ഉള്ളതേ ഉണ്ടാവുള്ളൂ. ഈ സാധാരണ കൂടുതലുള്ള ആൾക്കാർ ഒന്ന് പോകണമെന്ന് തോന്നും. പക്ഷേ ഇത് എപ്പോഴും ഈ ഇങ്ങനെ പറയുമ്പം അതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യം, ഈ ഭക്ഷണം കഴിച്ചിട്ട് അല്ലെങ്കിൽ എപ്പോഴെപ്പോഴും പോകണമെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇതെപ്പോഴും ഞാനീ പറഞ്ഞത് തന്നെ ആവണമെന്നില്ല, അസുഖങ്ങളുടെ ഭാഗമായിട്ടും വരാം. അതൊരു പ്രശ്നമായി തോന്നുമ്പം തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക. സാറേ, ഈ ഉറക്കത്തിൻ്റെ സമയം കൂടിയ പ്രശ്നമാണ്. 8 മണിക്കൂർ ഉറങ്ങുന്നതിന് പകരം 12 മണിക്കൂർക്ക് ഉറങ്ങിയ പ്രശ്നമാണ്. ഉറക്കം നല്ലതെന്നാണ് പറയുന്നത്. 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണമെന്നാണ് പറയുന്നത്. അതാണ് അത് നിങ്ങളൊരു സമയം വയ്ക്കുക. നൈറ്റ് എന്ന് പറയുന്ന ആ സമയത്തിൽ ഒരു 9 മണി തൊട്ട് പിന്നീട് 5 മണി വരെയോ അത് ഇന്ന സമയം ഉണ്ടെന്നുള്ളതിനേക്കാൾ ഉപരി ഒരു റുട്ടീൻ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. യൂണിഫോമിറ്റി ഉണ്ട്. സാർ, ഈ ഗട്ട് ബാക്ടീരിയ ബ്രെയിനിൻ്റെ ഫങ്ഷനെ സ്വാധീനിക്കുന്നുണ്ട്. അതായത് ഒരാളുടെ ബിഹേവിയറിന് മാറ്റം വരുത്തുന്ന രീതിയിൽ ഉണ്ടാക്കാൻ ഒരുപാട് ബന്ധമുണ്ട്. ഞാൻ കാര്യമായിട്ട് ബന്ധമുണ്ട്. ബ്രെയിൻ ഗട്ട് ആക്സസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് ബന്ധമുണ്ട്. നമ്മൾ ചെയ്യുന്ന അതിൻ്റെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ കുടലിൻ്റെ ചലനം കൂടുന്നതും നമുക്ക് പേടി വരുമ്പം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പിന്നീട് ടെൻഷൻ അടിക്കുമ്പം ഒക്കെ ഈ കുടലിൻ്റെ ചലനം കൂടുന്നത് ഒരു പരിധിവരെ ബ്രെയിനുമായിട്ട് ബന്ധമുണ്ടെന്നാണ് നമ്മൾ പൂർണ്ണമായും ബ്രെയിനിൻ്റെ കുഴപ്പമെന്നാണ് നമ്മൾ വിചാരിച്ചു വെച്ചിരുന്നത്. അത് മാറിയിട്ട് അത് ബ്രെയിനല്ല, നമ്മുടെ കുടലിലുള്ള ബ്രെയിനാണ് അതിന് കാരണം എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അത് മാറി വരുന്നു, അതിന് ബന്ധമുണ്ട്. ആൻറ്റിബയോട്ടിക്കിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞല്ലോ, അത് ഈ കോഴികളിലും പന്നികളിലും ഒക്കെ വെയിറ്റ് ഉണ്ടാക്കുന്നു, വെയിറ്റ് കൂട്ടും എന്ന് സാർ പറഞ്ഞു. അപ്പോൾ അത് വ്യാപകമായിട്ട് നമ്മുടെ ഫാമുകളിലൊക്കെ ഉപയോഗിക്കപ്പെടുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെ സയൻസ് ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. എന്തുകൊണ്ട് ആൻറ്റിബയോട്ടിക് വെയിറ്റ് ഉണ്ടാക്കുന്നു? രണ്ടാമത്തെ കാര്യം, ഇങ്ങനെ വെയിറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മാംസം നമ്മൾ കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പം? നമുക്ക് ആൻറ്റിബയോട്ടിക്സ് കിട്ടും. വെയിറ്റ് കൂട്ടുന്നത് അവർ പറയുന്നത് ഒരു ചെറിയ ഡോസ് ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ എഗെയിൻ അത് ഇതിനകത്ത് വീണ്ടും നമ്മുടെ ആ മൃഗത്തിൻ്റെ അല്ലെങ്കിൽ കോഴിയുടെയൊക്കെ ഈ പറയുന്ന സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് വീണ്ടും ആ വെയിറ്റ് കൂട്ടുന്നത്. നമ്മുടെ കുടലിലുള്ള ചില ബാക്ടീരിയാസ് നമ്മൾ വലിച്ചെടുക്കുന്ന ആഹാരത്തിൻ്റെ അളവ് കൂട്ടുന്ന ബാക്ടീരിയകളുണ്ട്. അത് ഈവൻ ഈ പറഞ്ഞ മൃഗങ്ങളിൽ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്ന അമിതവണ്ണത്തിൻ്റെ ഒരു പ്രധാന കാരണം ഈ ബാക്ടീരിയയിൽ വന്ന ചേഞ്ചസ് ആണെന്നാണ് പറയപ്പെടുന്നത്. ഒരുപാട് ഇതിനകത്ത് വളരെ വളരെ എക്സ്റ്റെൻസീവായൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതിനൊരു കാരണം ഇതായിട്ടാണ് പറയുന്നത്. അപ്പം ഈ മൃഗങ്ങളിൽ അല്ലെങ്കിൽ ഈ പക്ഷികളിൽ ഒക്കെ വെയിറ്റ് കൂടുന്നതിൻ്റെ ലോ ഡോസ് ആൻറ്റിബയോട്ടിക്സ് കൊണ്ട് വെയിറ്റ് കൂടുന്നതിൻ്റെ കാരണം അവിടെയുള്ള നോർമലായിട്ടുള്ള പിന്നെ സൂക്ഷ്മജീവി സമൂഹത്തെ ഇല്ലാതാക്കി ഈ പറഞ്ഞ ഈ വെയിറ്റ് കൂട്ടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് അത് വെയിറ്റ് കൂടുന്നതാണെന്നാണ് ഒരു പ്രധാനമായ ആർഗ്യുമെൻ്റ്. വേറെയും കാരണങ്ങളുണ്ട്. ഫാക്ടറിയിൽ വർക്ക് ചെയ്തതാണ്. അവിടുത്തെ വെറ്റിനറി ഡോക്ടേഴ്സ് പറയുന്നതെന്ന് വെച്ചാൽ ഒരു സേർട്ടൺ ഏജ്, അതായത് ഇതിന് പോൾട്രിക്ക് ഒരു 21 വയസ്സാകുമ്പോൾ 21 ദിവസം ആകുമ്പോഴത്തേക്ക് അതിന് ആൻറ്റിബയോട്ടിക് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ വിഡ്രോയൽ പീരീഡ് ഉണ്ട്, ഒരു 4 ദിവസമുണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്രമേ അത് കള്ളിയുള്ളൂ. ഒരുമാതിരിപ്പെട്ട എല്ലാ സ്റ്റാൻഡേർഡ് കമ്പനികളിലും ആ ഒരു നോം ഇത് ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ ഇത് ആൻറ്റിബയോട്ടിക് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള വല്ല അസുഖങ്ങളും പിടിച്ച മീറ്റായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഞാൻ അവിടെ ശരിക്കും പറഞ്ഞാൽ ഡിസ്കസ് ചെയ്ത് അവർ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിനേക്കാളും പല അസുഖങ്ങളുണ്ടാകും. അപ്പോൾ പരിപൂർണമായിട്ടും ശരിയാണെന്ന് തോന്നുന്നില്ല. ഈ ആർഗ്യുമെൻ്റ് പലപ്പോഴും ഉന്നയിക്കപ്പെടാറുള്ള ഒരു വാദമാണ്. പക്ഷേ അത് ശരിയല്ലെന്നാണ് പറയപ്പെടുന്നത്. കാര്യം അല്ല, കമ്പനിക്കാരെന്തായാലും ഇത് അത് പറയാനേ സാധ്യതയുള്ളൂ.
ഇത് ഈ പറഞ്ഞ വാദമില്ലേ, ഇത് ഏറ്റവും ആദ്യമായിട്ട് ഈ ആൻറ്റിബയോട്ടിക് യൂസേജ് ഈ ലൈഫ് സ്റ്റോക്കിൽ വരുന്നത് അമേരിക്കയിലെ പിക്സിൽ ഉപയോഗിച്ചിട്ടാണ്. എന്നുവെച്ചാൽ കൊടുത്തു തുടങ്ങിയപ്പോഴത്തേക്കും പിന്നീട് ഇത് ഭയങ്കര പുഷ്ടിയായിട്ട് വളർന്ന് അത് വെയിറ്റ് കൂടുന്നുള്ള പിന്നെ കണ്ടുപിടിച്ചത്. ഇത് ഭയങ്കര ആരോഗ്യത്തോടെ വളർന്നു വരുന്നു. അപ്പോൾ അതിന് അസുഖങ്ങളൊന്നും ഇല്ല എന്നുള്ള തിയറി. അപ്പോൾ ഈ അസുഖത്തെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളതായിരുന്നു കുറേ വർഷങ്ങളുടെ ഇത്. അത് കഴിഞ്ഞിട്ട് അത് അസുഖം ഇതിനകത്ത് എത്ര പേർക്ക് അസുഖം ഉണ്ടാകും ഇത് കൊടുക്കാതിരുന്നാൽ, അങ്ങനത്തെ പഠനങ്ങളുണ്ട്. അതൊക്കെ പിന്നീട് അത് ശരിയല്ല എന്ന രീതിയിലാണ് പഠനങ്ങളുടെ എല്ലാം അകത്തുക. കൂടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ വളരെ ഷോർട്ട് പീരീഡിലേ കഴിക്കുന്നത്, അതുകൊണ്ടായിരിക്കണം കൂടുന്നവരുണ്ട്. അത് ഈ അമിതവണ്ണവും ആൻറ്റിബയോട്ടിക് യൂസും തമ്മിൽ വളരെയധികം പഠനങ്ങളുണ്ട്. അത് ഈ ഈ എലികളിലുള്ള പഠനങ്ങളിൽ വളരെ കൺവിൻസിംഗ് ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. മനുഷ്യനിൽ ഇത്തരം സ്റ്റഡികൾ ഒരു ലോങ് ടൈം ആയിട്ട് ഫോളോ ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനത്തെ സ്റ്റഡികൾ നടന്നു വരികയാണ്. അതിൻ്റെ റിസൾട്ട്സ് ഒരു 4-5 വർഷത്തിനുള്ളിൽ വരുമെന്ന് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ്.